ഗൂഗിള് നാനോ ബനാന പ്രോ റിലീസ് ചെയ്തിട്ടുണ്ട്. ജെമിനി പ്രോ ഇമേജ് എന്നും ഈ ഒരു മോഡലിനെ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോംപ്റ്റ് ആണ്. അതായത് കോൺവെർസേഷണൽ എഡിറ്റിംഗ് ഇതിനുള്ള ഒരു പ്രത്യേക കഴിവാണ്. നമ്മൾ AI സംസാരിച്ച് ഒരു ചിത്രം പൂർത്തിയാക്കുന്നത് പോലെ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഫീച്ചർ അഡ്വാൻസ്ഡ് AI അനാലിസിസ് ആണ്. ഇതാണ് ഏറ്റവും പ്രോ ആയിട്ടുള്ള ഫീച്ചർ. നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നാനോ ബനാന പ്രോ അതിനെ വെറും കുറേ കളറുകളായിട്ട് മാത്രമല്ല കാണുന്നത്. ആ ഫോട്ടോയിലെ ഒബ്ജക്ട്സ്, ലൈറ്റിങ്, ഷാഡോ, കോമ്പോസിഷൻ എന്നിവയെല്ലാം AI കൃത്യമായിട്ട് മനസ്സിലാക്കും. എവിടെയാണ് മരം, എവിടെയാണ് ഒരു മനുഷ്യൻ, എവിടെയാണ് വെളിച്ചം എന്ന് ഏകദേശം നന്നായിട്ട് ഇതിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ ഫീച്ചർ ഫ്ലോലെസ് ടെക്സ്റ്റ് റെൻഡറിങ് ആണ്. മുൻപത്തെ AI മോഡലുകളുടെയൊക്കെ വലിയ ഒരു പ്രശ്നമായിരുന്നു ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും അക്ഷരങ്ങൾ വിചിത്രമായ രൂപത്തിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ നാനോ ബനാന പ്രോ മോഡൽ സോൾവ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ടെക്സ്റ്റുകളും ഫോണ്ടുകളും ഒക്കെ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. നാലാമത്തെ ഫീച്ചർ മൾട്ടി ഇമേജ് കൊഹിഷൻ ആണ്. അതായത് പല ചിത്രങ്ങളിൽ നിന്ന് സ്റ്റൈല്, ക്യാരക്ടർ, ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് സിംഗിൾ ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിലവിൽ 14 ഇമേജുകൾ വരെ നമുക്ക് AIക്ക് നൽകാം. എന്നിട്ട് ഒരു ചിത്രത്തിൽ നിന്നുള്ള ക്യാരക്ടറിനെയോ മറ്റൊരു ചിത്രത്തിൽ നിന്നുള്ള ആർട്ട് സ്റ്റൈലിനെയോ ഒക്കെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് റിയൽ വേൾഡ് നോളജ് വിത്ത് ഗൂഗിൾ സെർച്ച് എന്നുള്ളത്. സാധാരണ AI മോഡലുകൾക്ക് അതിനെ ട്രെയിൻ ചെയ്യിച്ച വിവരങ്ങൾ മാത്രമേ അറിയാനായിട്ട് പറ്റൂ. എന്നാൽ നാനോ ബനാന പ്രോയ്ക്ക് ഗൂഗിൾ സെർച്ച് വഴി ലേറ്റസ്റ്റ് വിവരങ്ങൾ എടുക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും യൂസ് കേസസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.